നമ്മുടെ ചുറ്റുപാട് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. അത് നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ, അത് നമ്മുടെ ഭൂമിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്കും ദോഷമാകുന്ന രീതിയിലുള്ളതാണ്. അത് നമുക്ക് വീണ്ടും അത് റീസൈക്കിൾ ചെയ്ത് പുതിയൊരു ആർട്ടായിട്ടോ അല്ല വീണ്ടും നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കളയുന്ന എല്ലാ വേസ്റ്റ് മെറ്റീരിയലും അത് ഉപയോഗിച്ചിട്ട് ഒരു ആർട്ട് ചെയ്തിട്ടുണ്ട്. അത് മെയിനായിട്ട് ഞാൻ എക്സിബിഷനാണ് ചെയ്യുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്ലിംഗ് എന്നുള്ളൊരു അവയർനെസ് ആണ് കുട്ടികൾക്കും ഒക്കെ ചെയ്യുന്നത്. ഒരു 25 എക്സിബിഷനോളം ചെയ്തിട്ടുണ്ട്. പിന്നെ 100 വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ചെയ്തതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. ഇത് കല്ലുമേക്കാള തോട് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു വർക്കാണത്. പിന്നെ ഇത് കക്കാട തോടാണത്, ഇത് പിസ്താട തോട്, ഇത് ഓറഞ്ചിന്റെ തൊലിയാണ്. ഇതിന് പഴയ ജ്വല്ലറി ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽ ആണ്. അത് ഞാൻ റീസൈക്കിൾ ചെയ്ത് അതൊരു ആർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് പഞ്ചാടിക്കുരുവാണ്. അതുപോലെ തന്നെ ഇത് പിന്നെ നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ആണ്. അതിന്റെ കറുത്ത ഗ്ലാസ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് വിറ്റാമിൻ ക്യാപ്സൂൾ ഉപയോഗിച്ചിട്ട് ചെയ്തൊരു വർക്കാണ്. ഇത് പിന്നെ പ്ലാസ്റ്റിക് വയറാണ്. നമ്മൾ ഈ ബോക്സ് ഒക്കെ കെട്ടി വരുന്ന പ്ലാസ്റ്റിക് വയർ, അത് ഉപയോഗിച്ചിട്ട് ചെയ്യും. ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഇത് എങ്ങനെയായിരുന്നു തുടങ്ങിയത്? തുടക്കം ഞാൻ ബഹ്റൈനിലായിരുന്നു. അപ്പം മൂത്ത മകന് സ്കൂളിലേക്ക് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് റീസൈക്ലിംഗ് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ഈ ബഹ്റൈനിൽ റീസൈക്ലിംഗ് ആർട്ടിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഞാനത് ആദ്യം ചെയ്യുന്ന സമയത്ത് സ്കൂളിൽ കൊണ്ടുപോയി. അപ്പം അങ്ങനെ ടീച്ചർമാരൊക്കെ നല്ല കമൻറ്റ് പറഞ്ഞു. പിന്നെ അവിടെ ഫ്രീ ടൈം ഒരുപാട് കിട്ടും. അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആർട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം മുട്ടയുടെ തോട്, പിസ്താടെ തോട് അങ്ങനെയൊക്കെ ആദ്യം ചെയ്തു തുടങ്ങി. പിന്നെ ഓരോന്നോരോന്ന് കളക്ട് ചെയ്ത് തുടങ്ങി. ഇത് നമ്മുടെ പനവലമുള്ള ഇത് ഷാമ്പൂവിന്റെ ബോട്ടിലുകളാണ്. പല കളർ ഷാമ്പൂ ബോട്ടിലുകൾ. ഇതൊരു പഴയൻ്റെ ഒരു മുണ്ട വെള്ളമുണ്ടാവും. അത് തന്നെ ഈ രീതിയിലാക്കി വെക്കുന്നത് വർക്കുകൾ കൊടുത്തിട്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ്. ഇത് പിസ്താത്തോട്, ഇത് നമ്മളെ ഇതെല്ലാം പ്ലാസ്റ്റിക്കുകളാണ്. ഇത് നമ്മുടെ മോനിന് ഇതുപോലെ സ്കൂളിൽ പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്നതിൻ്റെ അത് ബ്രഷുകളൊക്കെ വേസ്റ്റ് ആക്കാതെ അതെടുത്തിട്ട് അതിൻ്റെ ആക്കാക്കുന്നത്. ഇത് നമ്മൾ സൂപ്പിയുടെ അടപ്പുകളാണ്. ഇത് ഇപ്പോഴത്തെ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു, ഒരു കീബോർഡിനകത്ത് ഇതാക്കിയിരിക്കുന്നതാണ്. ഇത് നമ്മൾ ക്ലാഡിങ്ങിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇത് ഓൾഡ് വാച്ചുകൾ, കേടായ വാച്ചുകൾ വെച്ചിട്ട് ഇത് LED ട്യൂബ് വരുന്നത് പുറകിൽ വരുന്നത് അത് കട്ട് ചെയ്ത്. ഇത് ജീൻസ്, പാക്കറ്റ് ജീൻസ്, അതുകൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയത്. ഇത് സെൻറ്ററിൽ പ്ലാസ്റ്റിക് പിടിയുടെ കട്ട് ചെയ്തിട്ട് അത് ആക്കിയിട്ട് ടിഷ്യൂ പേപ്പർ വർക്കുകളാണ്. ഇത് അതുപോലെ തന്നെ പാൽക്കുപ്പിയുടെ പിടിയാണ്, അതുകൊണ്ട് ഇത് വർക്കാക്കുന്നത്. ഇത് നമ്മൾ കപ്പ് കേക്കില്ല, കപ്പ് കേക്കിൻ്റെ ആ കവറുകൊണ്ട് കവർ എടുത്ത്. ജസ്റ്റ് എക്സിബിഷൻ മെറ്റീരിയൽസ് മാത്രമാണ് ഇതിനകത്ത്? പിന്നെ കച്ചവടം അല്ലെങ്കിൽ സെയിൽസ് അങ്ങനെ ഈ സംഗതികളൊന്നും ഉദ്ദേശിക്കുന്നത് ഇല്ല. സെയിലില്ല, എക്സിബിഷൻ മാത്രമേ ഉള്ളൂ. ഞാനിത് ഏകദേശം ഒരു 14 വർഷം കൊണ്ട് ചെയ്ത സാധനങ്ങളാണ്. 14 വർഷം കൊണ്ടാണ് 100 വേസ്റ്റ് മെറ്റീരിയലിലേക്ക് എത്തിയത്.